മക്കളെ നമുക്ക് ജസ്റ്റ് നോക്കാനുള്ളത് വാട്ട് ഇസ് ഹോമോലോഗസ് സീരീസ് ഗിവ് എക്സാമ്പിൾ വളരെ സിമ്പിൾ ആയ കാര്യം. ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സീരീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻ വിച്ച് adjacent members are differed by a CH2 group. ആൽക്കീൻസ് അതായത് നിങ്ങൾക്കറിയാം ആൽക്കീൻ എന്ന് പറയുമ്പോൾ എന്താ CnH2n+2 അതായത് C4 CnH2n+2 പറയുമ്പോൾ ജസ്റ്റ് നോക്കിയേ CnH2n+2 C4 CH4 C2H6 അല്ലെ പിന്നെന്താ C3H8 അല്ലെ. ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു CH2 ഗ്രൂപ്പിന് ഡിഫറൻസ് ഉണ്ടാവും, ഒരു CH2 ഗ്രൂപ്പിന് ഡിഫറൻസ്. അപ്പോൾ ഇവന്മാർക്ക് എന്താ ഒരു ഹോമോലോഗസ് സീരീസ്. അപ്പോൾ ആൽക്കീൻസ് ഒക്കെ എന്താ ഒരു ഹോമോലോഗസ് സീരീസ് ആണ്, ഒരു CH2 ഗ്രൂപ്പിന് ഡിഫറൻസ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ കാര്യം. ഇനി എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചറൽ ഐസോമറിസം ഷോൺ ബൈ ഓർഗാനിക് കോമ്പൗണ്ട്സ്. സ്ട്രക്ചറൽ ഐസോമർസ് ഒരുപാടുണ്ട് മക്കളെ. ചെയിൻ ഐസോമർസം ഉണ്ട്, പൊസിഷൻ ഐസോമർസം ഉണ്ട്, ഫംഗ്ഷണൽ ഐസോമർസം ഉണ്ട്, അല്ലെ, മെറ്റാമറിസം ഉണ്ട്. അപ്പോൾ ഓരോന്നും എന്ത് ചെയ്യും, 4 മാർക്കിന് ചോദിക്കുന്നുണ്ടായിരിക്കാം. ഓരോന്നും എന്താണെന്ന് എഴുതുക, അതിന്റെ എക്സാമ്പിൾസും കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ചെയിൻ ഐസോമർസ് പറയുമ്പോൾ എന്താണ്, ഈ കാർബൺ ചെയിൻ ഉണ്ടാകുന്ന ഡിഫറൻസ് മൂലം ഉണ്ടാകുന്നതാണ് ചെയിൻ ഐസോമർസം. അതിന് എക്സാമ്പിൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും പെൻഡേന്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പൊസിഷൻ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അതായത് ഇത് നോർമൽ പെൻഡേൻ ആണ്. എന്ത് ചെയ്യാം, നമ്മൾ ഒരു കാർബൺ ആറ്റത്തിന്റെ അവിടെ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഐസോപെന്റീൻ ആക്കാം. ഐസോപെന്റീൻ എന്ന് പറയുമ്പോൾ എന്താടാ, ഐസോപെന്റീൻ എന്ന് പറയുമ്പോൾ 2 മിഥൈൽ ബ്യൂട്ടേൻ ആണ്. 2 മിഥൈൽ ബ്യൂട്ടേൻ, അതായത് ഇവിടെ ഈ കാർബൺ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടിടാം. അത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പം ഇത് നോർമൽ പെന്റേൻ വരയ്ക്കുക. അടുത്തത് 2 മിഥൈൽ ബ്യൂട്ടേൻ എന്ന് പറയുന്ന ഐസോപെന്റേൻ വരയ്ക്കുക. ഇനി എന്ത് ചെയ്യുക, 2 കാർബൺ ആറ്റത്തിന് എടുത്ത് വെച്ചാൽ എന്നിട്ടും നമുക്ക് 2,2 ഡൈമിഥൈൽ പ്രൊപ്പൈൻ കിട്ടും. അതാണ് എന്ത്, നിയോപെന്റേൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതാണ് എന്ത് നോർമലി കാണുന്ന ചെയിൻ ഐസോമർസ് എന്ന് പറയുന്നത്. കാർബൺ ആറ്റത്തിന്റെ ഡിഫറൻസ് മൂലം ഉണ്ടാകുന്നതാണ് ചെയിൻ ഐസോമർസ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. എക്സാമ്പിൾ കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ അടുത്ത എന്താണ്, പൊസിഷൻ ഐസോമർസ്. പൊസിഷൻ ഐസോമർസ് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ, ഡിഫറൻസ് പൊസിഷൻ ഓഫ് സൈഡ് ചെയിൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ്. അത് ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ സൈഡ് ചെയിന്റെയോ എന്ത് ചെയ്യുക, പൊസിഷൻ മാറ്റി വെക്കുക. അപ്പം മനസ്സിലായ കാര്യം വെച്ചാൽ ഇതൊക്കെ ബ്യൂട്ടനോൾ ആണെങ്കിൽ എക്സാമ്പിൾ പറയുന്നത് എന്താണ്, C4H10O മേ ബി ബ്യൂട്ടനോൾ അല്ലെങ്കിൽ 2 ബ്യൂട്ടനോൾ. അതായത് ബ്യൂട്ടനോൾ എന്ന് പറഞ്ഞ സ്ട്രക്ചർ വരയ്ക്കുക. ഇതാണ് ബ്യൂട്ടനോൾ, ബ്യൂട്ടാൻ 1 ഇവിടെ എന്താ പ്രത്യേകത, ഇവിടെ OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലുള്ളത്. ഇനി ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ എനിക്ക് എന്താ പൊസിഷൻ ജസ്റ്റ് മാറ്റാം. അപ്പോൾ എന്തില്ല, മോളിക്കുലർ ഫോമിൽ ഒന്നും മാറുന്നില്ല കേട്ടോ. മോളിക്കുലർ ഫോമിൽ സെയിം ആയിരിക്കണം, ഡിഫറെന്റ് ആയിട്ട് സ്ട്രക്ചർ ആണെങ്കിലാണ് നമ്മൾ സ്ട്രക്ചറൽ ഐസോമർസ് എന്ന് പറയും. മോളിക്കുലർ ഫോമിൽ സെയിം തന്നെ. ഈ OH ഗ്രൂപ്പ് ഞാൻ എടുത്ത് എന്ത് ചെയ്തു, രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ കൊടുത്തു, എന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്താണ് 2 ബ്യൂട്ടനോൾ തന്നെയാണ്. അതിന്റെ നമ്പർ നോക്കുമ്പോൾ എന്താണ്, C4H10 മോളിക്കുലർ ഫോമിൽ എന്താണ്, C4H10O തന്നെയാണ്, മാറുന്നില്ല. അപ്പോൾ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെയോ അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, പൊസിഷൻ ഓഫ് ദി സൈഡ് ചെയിനോ മാറ്റുക. അപ്പം മാറ്റുമ്പോൾ നമുക്ക് ഡിഫറെന്റ് സ്ട്രക്ചറുകൾ കിട്ടും. ഡിഫറെന്റ് എന്ത് കിട്ടും, സ്ട്രക്ചർ കിട്ടും. അപ്പോൾ ഡിഫറെന്റ് സ്ട്രക്ചർ കിട്ടുന്നത് കൊണ്ട് എന്താണ്, മോളിക്കുലർ ഫോമിൽ സെയിം തന്നെയാണ്. അപ്പം അതിന് വിളിക്കുന്ന പൊസിഷൻ ഐസോമർസം. കാർബൺ ആറ്റത്തിൽ നമ്പറിൽ മാറ്റം വരികയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ചെയിൻ ഐസോമർസം. ഇവിടെ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറി ഉണ്ടാവണമെങ്കിൽ പൊസിഷൻ ഐസോമർസം. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി ഫംഗ്ഷണൽ ഗ്രൂപ്പ് തന്നെ മാറുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഫംഗ്ഷണൽ ഐസോമർസം. അതായത് ഫംഗ്ഷൻ ഗ്രൂപ്പ് തന്നെ മാറിയിട്ട് വേറെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ മോളിക്കുലർ ഫോമിൽ സെയിം ആണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഫംഗ്ഷണൽ ഐസോമർസം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അത് ഏതൊക്കെ ഗ്രൂപ്പുകളാണ് ഇത് കാണിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. നമ്മൾ എളുപ്പമായതുകൊണ്ടാണ് സ്പീഡ് പറഞ്ഞു പോകുന്നത്. ആൽക്കഹോൾസ്, അതേപോലെ ഈതേഴ്സ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്. ഓക്കെ, അതായത് മക്കളെ എക്സാമ്പിൾ കാണിച്ചാൽ നിങ്ങൾക്ക് C2H6O മേ ബി ആൻ ആൽക്കഹോൾ ഓർ എത്തനോൾ. അതായത് ആൽക്കഹോൾ ആയിരിക്കും ഈതർ ആവും. അതായത് ഈ പെയറുകൾ നിങ്ങൾ പഠിക്കണം. ആൽക്കഹോളും അതേപോലെ ഇതറും പെയറാണ്. എന്താ പെയർ എന്ന് പറഞ്ഞാൽ ഇവന്മാർ തമ്മിൽ കാണിക്കുന്നതാണ് എന്ത്, ഇവന്മാർ തമ്മിൽ എന്ത് കാണിക്കാം, ഫംഗ്ഷണൽ ഐസോമർസം കാണിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ മറ്റൊരു പെയറാണെന്ന് മക്കളെ, ഈ ആൽഡിഹൈഡും കീറ്റോണും. ആൽഡിഹൈഡും കീറ്റോൺ എന്താണ്, ഇവർ ആൾസോ എ പെയർ ഓഫ് ഫംഗ്ഷണൽ ഐസോമർസം. ഓക്കെ അല്ലേ? യെസ്. ഇതിന്റെ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം, മനസ്സിലാവും നിങ്ങൾക്ക്. ഇവിടെ വേണമെങ്കിൽ C2H6O എന്ന് പറയുമ്പോൾ എനിക്ക് എന്തൊക്കെ വരയ്ക്കാം മക്കളെ, CH3 CH2OH. ഇതെന്താ സംഭവം, ഇത് എത്തനോളാണ്. ഇതൊരു ആൽക്കഹോൾ ആണല്ലോ. ഇതേ സാധനത്തിന് എനിക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും, CH3OCH3 എന്ന് വരയ്ക്കാം. CH3OCH3 മെത്തോക്സി മീഥേൻ ആണ്. ഇതെന്താണ്, ഈതറാണ്. അപ്പൊ രണ്ടിന്റെയും സെയിം മോളിക്കുലർ ഫോമുലയാണ്, പക്ഷെ എന്താണ്, രണ്ടും ഡിഫറെന്റ് ഫംഗ്ഷൻ ഗ്രൂപ്പുകളാണ്. ഇയാൾ എന്താണ്, ആൽക്കഹോൾ ആണെങ്കിൽ ഇയാൾ എന്താ, ഈതറാണ്. അപ്പൊ ഫംഗ്ഷൻ ഗ്രൂപ്പ് മാറുന്നുണ്ട്, പക്ഷെ മോളിക്കുലർ ഫോമുല മാറുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് എന്താണ്, ഫംഗ്ഷണൽ ഐസോമറിസം. റെഡി അല്ലേ? യെസ്. ഇനി നോക്കിയാൽ മെറ്റാമറിസം. മെറ്റാമറിസം പറയുന്നത് മക്കളെ, ഇത് അറൈസിംഗ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ദ കാർബൺ ചെയിൻ അറൌണ്ട് ദി ഫംഗ്ഷണൽ ഗ്രൂപ്പ്. അതായത് ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ലെറ്റ്സ് സേ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതും കാണിക്കുന്ന ആരാണ്, ഈതേഴ്സ് മക്കളെ. അതായത് ലെറ്റ്സ് സേ ഞാൻ പറഞ്ഞു CH3 O CH2 CH2 CH3. ഓക്കെ, യെസ്. ഇതാണ് ഇതിന്റെ പേരെന്താ, ഇതിന്റെ പേരാണ് മെത്തോക്സി പ്രൊപ്പൈൻ എന്ന് പറയും. മെത്തോക്സി പ്രൊപ്പൈൻ. അതേപോലെ മറ്റൊന്നാണ് ഇത്തോക്സി, ഇതിന് CH3 CH2 O CH2 CH3. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ടുള്ളതാണ്. ഈ O ഗ്രൂപ്പാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഇനി O ഗ്രൂപ്പിന് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൽക്കൈൽ ചെയിൻ നോക്കിയേ. ഇതെന്താണ്, ഇവിടെ പ്രൊപ്പൈൽ ഗ്രൂപ്പാണ്, ഇവിടെ പ്രൊപ്പൈൻ ആണെങ്കിൽ ഇവിടെ മിഥൈലാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇതേനാണ്, ഇവിടെ ഇതേനാണ്. അപ്പൊ രണ്ടിന്റെ ഡിഫറൻസ് എന്താണ്, ഇപ്പൊ ഫംഗ്ഷൻ ഗ്രൂപ്പ് രണ്ട് ഭാഗത്തും എന്താണ്, ഡിഫറെന്റ് ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതുമൂലം ഉണ്ടാകുന്ന ഐസോമർസം ആണെന്ന് മെറ്റാമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇതർ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് മെയിൻലി കാണിക്കാറുള്ളത്. ഇതിന്റെ പേര് എങ്ങനെ നമ്മൾ ഇടേണ്ടത്, ഇതിന്റെ പേരിടുന്നത് ചെറുതോക്സി വിൽദേന, ചെറുതോക്സി വിൽദേന ഓർത്തിരിക്കാൻ വേണ്ടി പറയാണ്. അതായത്
നമ്മൾ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ അതായത് ഓക്സിജന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ നോക്കുമ്പോൾ ഏറ്റവും ചെറിയ ഗ്രൂപ്പിൽ നമ്മൾ ആദ്യം പറയുന്നത്, അതായത് ഈ ഗ്രൂപ്പാണ് ആദ്യം പറയുന്നത്. സോ ഈ ഗ്രൂപ്പിന്റെ പേര് എന്താ? മിഥൈല. അപ്പൊ മെത്തോക്സി, മെത്തോക്സി, ചെറുതോക്സി. യെസ്. എന്താ വലുതേതാ? ഇതാണ് വലിയ ഗ്രൂപ്പ്. വലുതേതാ? മൂന്ന് കാർബൺ ആറ്റമാണ്. അതായത് പ്രൊപ്പാണ്. അപ്പം ചെറുതോക്സി വലുത്, ചെറുതോക്സി പ്രൊപ്പൈൻ എന്നാണ് ഇതിന്റെ പേരുണ്ടാവുക. അതായത് മെത്തോക്സി പ്രൊപ്പൈൻ. ഇയാളുടെ പേരെന്തായിരിക്കും? ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഇത്തോക്സി ഈഥൈൻ. റെഡി അല്ലേ? അപ്പൊ ഇതെന്താണ്? ഒരു മെറ്റാമർസിന്റെ എക്സാമ്പിൾ ആണെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കാം. റെഡി ആണെന്ന് വിചാരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഓൾ പോസിബിൾ സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഓഫ് ദ കോമ്പൗണ്ട് വിത്ത് മോളിക്കുലർ ഫോർമുല C4H10O. അപ്പൊ നിങ്ങൾ C4H10O എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? ഈ C4H10O നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം എന്താ? ഇയാൾക്ക് ക്വസ്റ്റൻ ഐസോമേഴ്സ് ഉണ്ടാവും. കാരണം എന്താ? ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ OH ഗ്രൂപ്പിൽ ജസ്റ്റ് അങ്ങോട്ടോട് മാറ്റിക്കൂടെ? നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ക്വസ്റ്റൻ ഐസോമേഴ്സും കാണിക്കാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ചെയിൻ ഐസോമേഴ്സും കാണിക്കാൻ പറ്റില്ല. സിമ്പിൾ ചെയിൻ ഐസോമേഴ്സും കാണിക്കാൻ പറ്റും. അതേപോലെ തന്നെ മെറ്റാമർസും കാണിക്കാൻ പറ്റും, ഫംഗ്ഷൻ ഐസോമേഴ്സും കാണിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ എല്ലാ കാര്യവും ഇതിനകത്ത് നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ സാധനം വരച്ച് പഠിക്കണം, എഴുതി പഠിക്കണം. C4H10O യുടെ കാര്യം. പിന്നെ 4 കാണിക്കാൻ പറ്റും. അത് കാണിക്കാൻ പറ്റും, ക്വസ്റ്റൻ ഐസോമേഴ്സും കാണിക്കാൻ പറ്റും, ഫംഗ്ഷൻ കാണിക്കാൻ പറ്റും, മെറ്റാമർസ് കാണിക്കാൻ പറ്റും, ചെയിൻ ഐസോമേഴ്സും കാണിക്കാൻ. റെഡി അല്ലേ? സിമ്പിൾ ആണ്, കൃത്യമായി പഠിക്കാം. റെഡി ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോമോളിസിസ് ആൻഡ് ഹെറ്ററോളിസിസ്. ക്ലീവേജിന്റെ കാര്യത്തിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് തരത്തിൽ ബോണ്ട് ക്ലീവേജുകൾ ഉണ്ട്. എന്താണ്? ഹോമോളിസിസും ഉണ്ട്, ഹെറ്ററോളിസിസും ഉണ്ട്. ഹോമോളിസിസ് എന്ന് പറയുമ്പോൾ ഹിമോളിറ്റിക് ക്ലീവേജ് ആണെങ്കിൽ ഹെറ്ററോളിസിസ് എന്ന് പറയുമ്പോൾ ഹെറ്ററോളിറ്റിക് ക്ലീവേജ് ആണ്. ലൈസിസ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ബ്രേക്കിംഗ് ആണ്. ഇത് വളരെ സിമ്പിൾ ആയ കാര്യം. അതായത് മക്കളെ നമ്മളൊരു ലെറ്റ്സ് സേ ഒരു AB, രണ്ട് മോളിക്യൂൾസ് ആണ്, രണ്ട് ആറ്റംസ് ആണ് A, B എന്ന് വിചാരിക്കും. ഇവന്മാർ തമ്മിൽ ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ നമുക്ക് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്യാം? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും മക്കളെ, രണ്ട് തരത്തിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഒന്ന്, ഈ ബോണ്ടുകൾ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് മക്കളെ? ഇലക്ട്രോണുകൾ കൊണ്ടാണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഈ എയുടെ ഒരു ഇലക്ട്രോൺ ഉണ്ടോ, ബിയുടെ ഇലക്ട്രോൺ ഉണ്ടോ, അല്ലെ? അപ്പൊ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇപ്പം മോസ്റ്റ് ഇലക്ട്രോണേറ്റീവ് ആറ്റം ആണെങ്കിൽ അവന്മാർ എന്ത് ചെയ്യും? രണ്ട് ഇലക്ട്രോൺസ്, അതായത് ഇയാൾ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് വിചാരിക്കും കമ്പയർ ടു ഇയാൾ, ബി ആണ് മോർ ഇലക്ട്രോണേറ്റീവ് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ബി എന്ത് ചെയ്യും? എയുടെ ഇലക്ട്രോണിനെയും കൂടി വലിച്ചു കൊണ്ടുപോകും. അങ്ങനെ എന്ത് ചെയ്യും? ഈ ബിയുടെ ഇലക്ട്രോണും കിട്ടും, എയുടെ ഇലക്ട്രോണും കൂടി ആരും കൊണ്ടുപോകും? ബി കൊണ്ടുപോയിട്ട് ഇയാൾക്ക് നെഗറ്റീവ് ചാർജും എക്ക് എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടുകൊണ്ട് പോസിറ്റീവ് ചാർജും കിട്ടും. അപ്പം ബോണ്ട് എങ്ങനെ ബ്രേക്ക് ചെയ്യുക? ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യും കേട്ടോ. ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്തതിന് എന്തുണ്ടാവും മക്കളെ? സോറി, യെസ്, ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്തെന്നുണ്ടാവുക, ഇങ്ങനെ ഉണ്ടാവുക മക്കളെ, എയിൽ പോസിറ്റീവ് ചാർജും ബിയിൽ നെഗറ്റീവ് ചാർജും കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണെന്ത് ഹെട്രോളിറ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ആറ്റോൺസും ആനിയോൺസും കിട്ടും, കാറ്റോണും ആനിയോണും ഒക്കെ കിട്ടും. ഇനി ഇതല്ലാതെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് മക്കളെ. അതായത് ഇതാ, ഇവിടുത്തെ ഇലക്ട്രോണിന് തന്നെ രണ്ടുപേരും ഒരുപോലെ എടുക്കാം. എയുടെ ഇലക്ട്രോൺ എയും ബിയുടെ ഇലക്ട്രോൺ ബിയും എടുക്കുക. അതായത് ഇങ്ങനെ, ഇത് ഫിഷർ ഹുക്ക് എന്നൊക്കെ പറയും ഈ ഒരു സംബന്ധം, ഫിഷർ ഹുക്ക്. അതായത് അപ്പൊ എന്ത് കിട്ടും? നമുക്ക് എയുടെ ഇലക്ട്രോൺ ആയിട്ട് എ കിട്ടും, ബിയുടെ ഇലക്ട്രോൺ ആയിട്ട് ഇതും കിട്ടും. ഓക്കെ. ഇതിനെ വിളിക്കുന്നത് റാഡിക്കൽ എന്ന് പറയും, ഫ്രീ റാഡിക്കൽസ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് കാറ്റോൺസും ആനിയോൺസും, കാർബോ കാറ്റോൺസും, കാർബൺ ആറ്റം, ഇവിടെ കാർബൺ ആണ് എടുക്കുന്നതെങ്കിൽ കാർബോ കാറ്റോൺസും കാർബോ ആനിയോൺസും കിട്ടും. ഇതില് ഹോമോളിറ്റിക് ക്ലീവേജ്, ഹെറ്ററോളിറ്റിക് ക്ലീവേജ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കാർബോ കാറ്റോൺസും കാർബോ ആനിയോൺസും കിട്ടും, കാർബാനിയോൺസും. കാരണം നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് പഠിക്കുന്നത്, കാർബൺ ആണ് ഉണ്ടാവുക. ജസ്റ്റ് എ ബി എന്ന് കൊടുത്തേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന ഹോമോളിറ്റിക് ക്ലീവേജ് ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഫ്രീ റാഡിക്കൽസ് ആണ് കിട്ടുക, ഫ്രീ റാഡിക്കൽസ്. ഇതിന് പ്രത്യേകത എന്താണ് മക്കളെ? നമുക്കിവിടെ ഈക്വൽ ആയിട്ട് ഷെയറിംഗ് ആയിരിക്കും ഇവിടെ ഫ്രീ റാഡിക്കൽസിൽ ഉണ്ടാവുക, മീൻസ് ഹോമോളിറ്റിക് ക്ലീവേജിൽ ഉണ്ടാവും. മറ്റെന്താണ്? ഒരാൾ മൊത്തം ഇലക്ട്രോൺസിനെ കൊണ്ടുപോകുന്ന പരിപാടിയാണ്. മനസ്സിലായി എന്ന് വിചാരിക്കും. ഒന്ന് വായിച്ചു നോക്കാം. നോക്കി മക്കളെ, ഹോമോളിസിസ് ബോണ്ട് ഡിഫിഷൻ ഇൻ വിച്ച് ഈച്ച് ഓഫ് ദ ബോണ്ടഡ് ആറ്റംസ് ഗെറ്റ്സ് വൺ ഓഫ് ദ ഷെയർഡ് പെയർ. കണ്ടോ, അവരുടെ ഷെയർഡ് പെയറിൽ ഓരോരുത്തർക്കും എന്ത് ചെയ്യും? അവരുടേതായ സാധനം കിട്ടും. ദെൻ മൂവ്മെന്റ് ഓഫ് എ സിംഗിൾ ഇലക്ട്രോൺ ഓക്കേഴ്സ്. ഒറ്റ സിംഗിൾ ഇലക്ട്രോൺ മാത്രമേ മൂവ് ചെയ്യുള്ളൂ, രണ്ട് ഇലക്ട്രോൺ എന്തെങ്കിലും വലിച്ചു കൊണ്ടുപോകുന്നില്ല. ഓരോരുത്തരുടെയുമായിട്ടുള്ള ഓരോ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇത് മൂവ് ചെയ്യും. നെക്സ്റ്റ്, ഫ്രീ റെഡിക്കൽസ് ആർ ഫോംഡ്. ഈ 3 പോയിന്റുകൾ ഓർത്തിരിക്കും. ഇനി ഹൈഡ്രോളിസിസ് എന്താണ് മക്കളെ? ബോണ്ട് ഡിഫിഷൻ ഇൻ വിച്ച് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ റിമെയിൻ വിത്ത് വൺ ഓഫ് ദ ഫ്രാഗ്മെന്റ്. ഒരു ഫ്രാഗ്മെന്റ് മാത്രം ഷെയർഡ് പെയർ നിൽക്കും. അതായത് മോസ്റ്റ് ഇലക്ട്രോണേറ്റീവ് എലിമെന്റ് ഏതാണോ അവനാണ് ആ ഇലക്ട്രോൺ പെയറിനെ എടുത്തുകൊണ്ട് പോകുന്നത്. റെഡി ആണല്ലോ? യെസ്. ഇനി മൂവ്മെന്റ് ഓഫ് എ പെയർ ഓഫ് ഇലക്ട്രോൺ, ഒക്കെ ഒരു പെയർ ഓഫ് ഇലക്ട്രോണിന് മൂവ്മെന്റ് ഉണ്ടാവും. സിംഗിൾ ഇലക്ട്രോൺ അല്ല, രണ്ട് ഇലക്ട്രോൺ എന്ത് ചെയ്യും? മൂവ് ചെയ്ത് പോകും. ദെൻ കാർബോ കാറ്റോൺസ് ആൻഡ് കാർബാനിയോൺസ് ആർ ഫോംഡ്. കാർബോ കാറ്റോൺസ് ഉണ്ടാവും, അതേപോലെ കാർബാനിയോൺസ് ഫോം ചെയ്യും. മനസ്സിലായി എന്ന് വിചാരിക്കും. എന്താ കാർബോ കാറ്റോൺസ് എന്ന് പറഞ്ഞാൽ മക്കളെ? സിംപിളി ഒന്ന് കാണിച്ചു തരാം. CH3 എന്ന് വിചാരിക്കും, CH3Cl എന്ന് വിചാരിക്കും, CH3Cl. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ മോസ്റ്റ് ഇലക്ട്രോണേറ്റീവ് ഏതാ? ക്ലോറിൻ ആണല്ലോ. അപ്പൊ ഈ കാർബണും ക്ലോറിനും തമ്മിലാണ് ബോണ്ട് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കാർബണേക്കാളും മോസ്റ്റ് ഇലക്ട്രോണേറ്റീവ് ക്ലോറിൻ ആയതുകൊണ്ട് തന്നെ ഈ കാർബൺ ഇലക്ട്രോൺ കൂടി ആടി പിടിച്ചെടുക്കും, ക്ലോറിൻ പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും മക്കളെ? എന്തുണ്ടാകും? ഇവിടെ ഹോമോളിസിസ് ഹെറ്ററോളിസിസ് ക്ലീവേജ് നടന്നിട്ട് Cl മൈനസും ബോണ്ട് ബ്രേക്ക് ചെയ്തെന്നുണ്ടാവും. ഇത് ബോണ്ട് ബ്രേക്ക് ചെയ്താൽ CH3+ Cl മൈനസ് ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഈ CH3+ കാർബൺ ആറ്റത്തിന്റെ മോളാണ് എന്നുള്ളത് ഈ പോസിറ്റീവ് ചാർജ്, വിച്ച് ഈസ് നോൺ ആസ് കാർബോ കാറ്റയോൺ. ഇതെന്താണ്? ഇത് കാർബോ കാറ്റയോൺ. അതേപോലെ തന്നെ കാർബാനിയോൺ ഉണ്ടാകുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ കാർബോ കാറ്റയോണും കാർബാനിയോണും ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. റെഡിയല്ലേ? നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ്. ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം, ആ സ്റ്റെബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അപ്പം നോക്കാം.
നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഇഫക്ട് ഇൻ കോവാലന്റ് ബോണ്ട്സ്. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് പറ്റി കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് എന്തൊക്കെ ഓർത്തിരുന്നാൽ മാത്രം മതി. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ മതി. ഏതൊക്കെയുണ്ട് മക്കളെ? ഇൻഡക്റ്റീവ് എഫക്റ്റുകളുണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രോമാഗ്നെറ്റിക് എഫക്റ്റുകളുണ്ട്, റെസൊണൻസ് എഫക്റ്റ് ഉണ്ട്, ഹൈപ്പർ കോഞ്ചേഷൻ എഫക്റ്റ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായി നോക്കണം. ഇൻഡക്റ്റീവ് എഫക്ട് എന്ന് പറയുമ്പോൾ സിഗ്മ ഇലക്ട്രോണിനെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന കേസാണ്. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ വേണമെങ്കിൽ CH3 CH2 CH2Cl ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും മക്കളെ? ക്ലോറിൻ ആറ്റത്തിന് എന്ത് പ്രത്യേകത ഉണ്ട്? ക്ലോറിൻ ഇലക്ട്രോൺസിനെ വലിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? സിഗ്മ ഇലക്ട്രോൺസുകൾ ഇങ്ങനെ എന്ത് ചെയ്യും? വലിഞ്ഞ് പോകുന്ന ഒരു കേസാണ്. അപ്പോൾ സിഗ്മ ഇലക്ട്രോൺസ് ഷിഫ്റ്റിംഗ് ആണ്. ഓക്കെ, വിളിക്കുന്ന പേരാണെന്ത്? ഇൻഡക്റ്റീവ് എഫക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇൻഡക്റ്റീവ് എഫക്ട് ഷിഫ്റ്റിംഗ് ഓഫ് സിഗ്മ ഇലക്ട്രോൺ ത്രൂ എ കാർബൺ ചെയിൻ വെൻ an atom of group of different electron is attached to it. പെർമനന്റ്. ഇപ്പോൾ ശ്രദ്ധിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇത് പെർമനന്റ് ഇഫക്റ്റ് ആണ്. തന്നെ ഉണ്ടാകും. ഇപ്പോൾ ഒരു ഇലക്ട്രോണേറ്റീവ് ആറ്റം ഈ കാർബൺ ആറ്റത്തിന് മുകളിൽ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോണേറ്റീവ് ആറ്റം എന്ത് ചെയ്യും? ഇലക്ട്രോണുകൾ വലിക്കും. അപ്പോൾ ഈ കാർബൺ ആറ്റത്തിലൂടെ എന്ത് ചെയ്യും? ഇലക്ട്രോൺസുകൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സിഗ്മ ഇലക്ട്രോൺസ് ആണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. പൈ ഇലക്ട്രോൺസ് അല്ലേ? അപ്പോൾ സിഗ്മ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുന്നത് ഇതൊരു പെർമനന്റ് ഇഫക്റ്റ് ആണെന്ന കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി ഇത് ഇലക്ട്രോമാഗ്നെറ്റിക് എഫക്ട് എന്ന് പറഞ്ഞാൽ പൈ ഇലക്ട്രോൺ ഷിഫ്റ്റിംഗ് ആണ്. ഓക്കെ, മൾട്ടിപ്പിൾ ബോണ്ടിൽ എന്ത് ചെയ്യണം? ഒരു അറ്റാക്ക് റിയാക്ഷൻ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ലെറ്റ്സ് സേ ജസ്റ്റ് ഞാൻ വെറുതെ കാണിക്കുന്നതേ ഉള്ളൂ. ഇത് ബാലൻസ് ഒന്നും കംപ്ലീറ്റ് അല്ല. ഞാൻ ഒരു അറ്റാക്ക് റിയാക്ഷൻ വരുന്നു. ഒരു അറ്റാക്ക് റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പൈ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ആവും. പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ആവും. അപ്പോൾ ഷിഫ്റ്റിംഗ് ഓഫ് പൈ ഇലക്ട്രോൺസ് വിളിക്കുന്ന പേരാണ് എന്ത്? ഈ അറ്റാക്ക് റിയാക്ഷൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പിന്നെ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നെറ്റിക് എഫക്ട് എന്ന് പറയുന്നത്. റെഡിയല്ലേ? ഇത് ടെമ്പററി എഫക്റ്റ് ആണ്. എന്നാൽ ആ അറ്റാക്ക് റിയാക്ഷൻ വന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ടെമ്പററി എഫക്റ്റ് ആണ്. നേരെ മറിച്ച് ഇൻഡക്റ്റീവ് എഫക്ട് എന്താണ്? പെർമനന്റ് ഇഫക്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി റെസൊണൻസ് ഇഫക്റ്റ്. അപ്പോൾ റെസൊണൻസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ കാലം സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് റെസൊണൻസ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പൊളാരിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ എ മോളിക്യൂൾ ബൈ ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ 2 പൈ ബോണ്ട്സ് ഓർ ബിറ്റ്വീൻ പൈ ബോണ്ട് ആൻഡ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ പ്രസന്റ്. അപ്പം ഈ പൈ ബോണ്ട് രണ്ട് പൈ ബോണ്ടിന് ഇടയിൽ ഉണ്ടാകുന്ന ഇന്ററാക്ഷൻ അല്ലെങ്കിൽ പൈ ബോണ്ടും അതേപോലെ ലോൺ പെയർ ഇലക്ട്രോണും തമ്മിലുള്ള ഇന്ററാക്ഷൻ ഒക്കെയാണ് റെസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ജസ്റ്റ് ബെൻസീറിംഗ് വരെ നിങ്ങൾ പഠിച്ചതായിരിക്കും. ഒരു ബെൻസീറിംഗ് എടുത്തു കഴിഞ്ഞാൽ ബെൻസീറിംഗിന്റെ അകത്ത് കാണാൻ പറ്റും. അതിപ്പം ലെറ്റ്സ് സേ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇയാൾ ഇപ്പം ഇങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ചാർജ് വരും. അപ്പോൾ നെഗറ്റീവ് ചാർജും അതേപോലെ അടുത്ത ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ പൈ ബോണ്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവന്മാർ തമ്മിൽ എന്ത് ചെയ്യും? വീണ്ടും റെസൊണൻസിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ലെറ്റ്സ് സേ ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു. ദെൻ ഇവിടെ പൈ ബോണ്ട് ഉണ്ട്. സോ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഇയാൾ ഇങ്ങോട്ട് ചാടും. ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ ഇങ്ങോട്ട് ചാടും. സോ ഈ ബോണ്ട് ഇങ്ങോട്ട് ചാടും. സോ ഇവിടെ എന്ത് ചെയ്യും? അടുത്തതിൽ നെക്സ്റ്റ് സ്ട്രക്ചറിൽ ഡബിൾ ബോണ്ട് വരും. ദെൻ ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. ഇങ്ങനെ വരും അല്ലേ? അപ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അവസാനം നിങ്ങൾക്ക് ഈ ഒരു ഫോമിലാണ് കിട്ടുന്നുണ്ടാവുക. അതാണ് നിങ്ങൾ ബെൻസീൻ ഇങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, എനിവേ റെസൊണൻസ് എന്ന കാര്യം നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പം അത് നിങ്ങൾ എന്ത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഹൈപ്പർ കോഞ്ചുഗേഷൻ. പാർഷ്യൽ കോഞ്ചുഗേഷൻ ഓഫ് സിഗ്മ ഇലക്ട്രോൺ ഇൻ CH ബോണ്ട് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ഓർ വിത്ത് അൺഷെയർഡ് പി ഓർബിറ്റൽ. ഇറ്റ്സ് എ പെർമനന്റ് ഇഫക്റ്റ്. ഇതൊരു പെർമനന്റ് ഇഫക്റ്റ് ആണെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഹൈപ്പർ കോഞ്ചുഗേഷനെ പറ്റിയൊക്കെ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടായിരിക്കും. ഹൈപ്പർ കോഞ്ചുഗേഷൻ സ്ട്രക്ചർ കൂടുന്ന സ്റ്റെബിലിറ്റി കൂടും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ വെച്ചിട്ടാണ് ഈ ഹൈപ്പർ കോഞ്ചുഗേഷൻ ഇഫക്റ്റ് പറയുന്നത്. ആൽഫ ഹൈഡ്രജൻ എണ്ണം കൂടുന്നതനുസരിച്ച് ഹൈപ്പർ കോഞ്ചുഗേഷൻ സ്റ്റെബിലിറ്റി കൂടും എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, നമ്മൾ ടെർഷറി ആൽക്കൈൽ ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പ്രൈമറി ആൽക്കൈൽ ഇത് ലെറ്റ്സ് സേ CH3 ഗ്രൂപ്പ്, അതേപോലെ തന്നെ എന്താ പറയാ ടെർഷറി കാർബോകാറ്റോണും പ്രൈമറി കാർബോകാറ്റോൺ ഇതിൽ ഏതാണ് മോർ സ്റ്റേബിൾ? നമുക്ക് പറയാൻ പറ്റും ടെർഷറി കാർബോകാറ്റോൺ. എന്തുകൊണ്ടാണ്? ടെർഷറി കാർബോകാറ്റോണിനകത്ത് മൊത്തം എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? 9 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. നിങ്ങൾ ആൽഫ ഹൈഡ്രജനെ പറ്റിയൊക്കെ ഓൾറെഡി പഠിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ എണ്ണം കൂടുന്നതനുസരിച്ച് എന്ത് കൂടും? സ്റ്റെബിലിറ്റി കൂടുന്ന കാര്യം നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഹൈപ്പർ കോഞ്ചുഗേഷൻ എഫക്ട്. റെഡി? ഇനി അറിയുന്ന ഫോളോവിങ് കാർബോകാറ്റോൺ ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി ഓർഡറിലാണെങ്കിൽ നമ്മൾ നോക്കിയേ, ഇതെന്താ മക്കളെ? ഇതെന്താണ്? ഇതാണ് എന്ത്? ടെർഷറി കാർബോകാറ്റോൺ. ദെൻ ഇതെന്താണ്? സെക്കൻഡറി കാർബോകാറ്റോൺ. ഇത് മിഥൈൽ കാർബോകാറ്റോൺ ആണ്. റെഡി? യെസ്. അപ്പോൾ ഇതിന്റെ ഓർഡർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു. ഈ പ്ലസ് ഐ ഇഫക്റ്റും ഹൈപ്പർ കോഞ്ചുഗേഷൻ ആണ് നമ്മൾ സ്റ്റെബിലിറ്റി തീരുമാനിക്കുന്നത്. പ്ലസ് ഐ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്ലസ് ഐ ഗ്രൂപ്പുകൾ എന്താ സംഭവിക്കുന്നത്? ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് സി കാർബോകാറ്റോൺ CH3 രണ്ട് തരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. പ്ലസ് ഐ ഗ്രൂപ്പ്, മൈനസ് ഐ ഗ്രൂപ്പ്. പ്ലസ് ഐ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ക്ലൗഡുകൾ കൊടുക്കുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ സ്വാഭാവികം ഇവന്മാർ എന്ത് ചെയ്യും? ഇലക്ട്രോൺ CH3 ഗ്രൂപ്പ് ഒരു പ്ലസ് ഐ ഗ്രൂപ്പാണ്. അപ്പം നമുക്ക് വേറെ എക്സാമ്പിൾ NO2 എന്താണ്? മൈനസ് ഐ ഗ്രൂപ്പാണ്. അപ്പം CH3 എന്താ? CH3 പ്ലസ് ഐ ഗ്രൂപ്പാണ്. CH3 എന്താണ്? പ്ലസ് ഐ ഗ്രൂപ്പാണ്. സോ ഇവിടെ എന്ത് ഇലക്ട്രോൺ ക്ലൗഡ് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ഇവന്മാർ ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കാർബോകാറ്റോൺ ആണല്ലോ ഇത്. കാർബോകാറ്റോൺ ആണ്, പോസിറ്റീവ് ചാർജ് ആണ്. പ്ലസ് ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുക? ആ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? കുറയാണ് ചെയ്യുക. പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? കുറയും. പോസിറ്റീവ് ചാർജ് കുറയാന്ന് പറയുമ്പോൾ എന്താ? സ്റ്റെബിലിറ്റി കൂടുക എന്നാണ്. ചാർജ് കുറയുമ്പോൾ സ്റ്റെബിലിറ്റി കൂടുക എന്നാണ്. അപ്പോൾ സ്വാഭാവികം സ്റ്റെബിലിറ്റി കൂടുകയാണ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പം സ്വാഭാവികമായിട്ട് ഈ മിഥൈൽ ഗ്രൂപ്പിന് എണ്ണം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി കൂടും. അതുകൊണ്ടാണ് ടെർഷറി കാർബോകാറ്റോൺ സ്റ്റേബിൾ ആവണ ഒരു റീസൺ.
അതാണ് അതിനെ വിളിക്കുന്നത് പ്ലസ് ഐ എഫക്ട്. പ്ലസ് ഐ എഫക്ട് മൂലം എന്തെങ്കിലും സ്റ്റേബിൾ ആവും. പക്ഷെ ഇതിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ. ഈ കാണുന്ന ഈ ഓരോ ഹൈഡ്രജനെ വിളിക്കുന്ന പേരെന്താ? ആൽഫ ഹൈഡ്രജൻ എന്നാ. മൊത്തം എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? 9 ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ എണ്ണം കൂടുന്നതനുസരിച്ച് സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ 2 റീസൺ കൊണ്ടാണ് ടെർഷ്യറി കാർബോഹൈഡ്രേറ്റ് മോർ സ്റ്റേബിൾ ആണ്. ഒന്നെന്താണ് പ്ലസ് ഐ എഫക്ട്, 2 ഹൈപ്പർ കോൺജുഗേഷൻ. റെഡിയല്ലേ? അപ്പം നോക്കിക്കേ, ഇവിടെ ടെർഷ്യറി കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഹൈപ്പർ കോൺജുഗേഷനും കൂടുതൽ പ്ലസ് ഐ എഫക്റ്റും ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സെക്കൻഡറി കാർബോഹൈഡ്രേറ്റ് ആണ്. സെക്കൻഡറി കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഇത്. അതായത് ഇങ്ങനെ ഉണ്ടാവും. CH3 CH3 CH CH3 ഈ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിന് പ്രത്യേകത എന്താണ്? ഇവിടെ 2 മിഥൈൽ ഗ്രൂപ്പുകളുണ്ട്. സോ 2 പ്ലസ് ഐ ഗ്രൂപ്പുകളുണ്ട്. 6 ആൽഫ ഹൈഡ്രജനും ഉണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി സെക്കൻഡ് വൺ ഇവനാണ് ഉണ്ടാവുക. പിന്നെ ആരാണ്? ഇയാളുണ്ടാവും, പിന്നെ ഇയാളുണ്ടാവും. അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഓർഡർ നിങ്ങൾ പഠിച്ചിരിക്കുക. ദെൻ റെസാർ എഫക്ട്, റെസൊണൻസ് എഫക്ട് ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകളാണ് ഇതൊക്കെ NH2OH Cl. മൈനസ് ആർ എഫക്ട് ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകളാണ് NO2COH ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. മക്കളെ ഇനി നമ്മൾ നോക്കാനുള്ള പ്യൂരിഫിക്കേഷൻ ടെക്നിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്യൂരിഫിക്കേഷൻ ടെക്നിക്സ് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ കുറെ ഇമ്പ്യൂരിറ്റികൾ ഉണ്ടാവും. ഇമ്പ്യൂരിറ്റി നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഓർഗാനിക് കോമ്പൗണ്ട്സിനെ എടുക്കുന്ന ഒരു പരിപാടിയാണ് പ്യൂരിഫിക്കേഷൻ ടെക്നിക്സ്. ഇനി പല മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. നമുക്കറിയാം സബ്ലിമേഷൻ, ക്രിസ്റ്റലൈസേഷൻ, അതേപോലെ തന്നെ നമുക്കറിയാം ഡിസ്റ്റിലേഷൻ, ദെൻ പേപ്പർ ക്രൊമറ്റോഗ്രാഫി, ഇങ്ങനെ ഓരോ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന ചോദ്യം എങ്ങനെ വരിക വെച്ചാൽ ഇവന്മാരുടെ ഏത് തരത്തിലുള്ള ടെക്നിക്സ് ഉണ്ടെന്ന് ചോദിക്കും. അവരുടെ കൺസെപ്റ്റ് എന്താണ്, അതിന്റെ കോൺസെപ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് ചോദിക്കും. പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ് ആൻഡ് അതിന്റെ എക്സാമ്പിൾ, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പിന്നെ ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫോളോയിങ് ടെക്നിക്സ്, ടേക്ക് ഇൻ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ താഴെ തന്നിരിക്കുന്നതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റിലേഷൻ പ്രിൻസിപ്പിൾ എന്ത്, ദെൻ സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ത്, ഡിസ്റ്റിലേഷൻ ആൻഡ് റെഡ്യൂസ്ഡ് പ്രഷർ എന്ത്, പേപ്പർ ക്രൊമറ്റോഗ്രാഫി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ സംഭവം എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. ദിസ് മെത്തേഡ് യൂസസ് സെപ്പറേറ്റ് വോളറ്റൈൽ ലിക്വിഡ് ഫ്രം നോൺ വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസ് ആൻഡ് ദ ലിക്വിഡ് ഹാവിംഗ് സഫിഷ്യന്റ് ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്. അതായത് മക്കളെ ഇപ്പം ഇപ്പം ലിക്വിഡുകൾ തന്നെ, ലിക്വിഡിന്റെ അകത്ത് തന്നെ ഇമ്പ്യൂരിറ്റി ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഇമ്പ്യൂരിറ്റി എന്താണ്? വോളറ്റൈൽ ആണ്. ലിക്വിഡ് എന്താണ്? വോളറ്റൈൽ ആണ്. വോളറ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്ത് ബോയിൽ ചെയ്ത് പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു ലിക്വിഡ് ഉണ്ട്, ആ ലിക്വിഡിന്റെ അകത്ത് പിന്നെ എന്തുണ്ട്? നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി, അതായത് ഇമ്പ്യൂരിറ്റി ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ലിക്വിഡ് ഉണ്ട്, അതിനകത്ത് ഇമ്പ്യൂരിറ്റി ഉണ്ടെന്ന് വിചാരിക്കും. ആ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിക്വിഡ് എന്താവുന്നുണ്ട്? വോളറ്റൈൽ ആയി പോകുന്നുണ്ട്. ലിക്വിഡ് എന്താണ്? വോളറ്റൈൽ ആയി പോകുന്നുണ്ട്. ഇമ്പ്യൂരിറ്റി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള ആളാണ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. ഇമ്പ്യൂരിറ്റി അവിടെ തന്നെ കിടക്കും. ഇതാണ് ഒന്നാമത്തെ കേസ്. അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ പറയുന്ന ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. ഇനി അതേപോലെ തന്നെ ലിക്വിഡ് ഹാവിംഗ് സഫിഷ്യന്റ് ഡിഫറൻസ് ഇൻ ദ ബോയിലിംഗ് പോയിന്റ്, അതായത് ഇപ്പം ലിക്വിഡ് എന്താണ്? ഇപ്പം ഇമ്പ്യൂരിറ്റിയും ലിക്വിഡും തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ലിക്വിഡിന് ഇപ്പം ഇമ്പ്യൂരിറ്റി ലിക്വിഡ് തമ്മിൽ, ഫോർ എക്സാമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ട് ആയ ലിക്വിഡിന് എന്തുണ്ട്? ഒരു ബോയിലിംഗ് പോയിന്റ് 300 കെൽവിൻ എന്ന് വിചാരിക്കും. ആൻഡ് ഇമ്പ്യൂരിറ്റിക്ക് 400 കെൽവിൻ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ 300 കെൽവിൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ഒരു ലിക്വിഡ് എന്ത് ചെയ്യും? ബോയിൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. റെഡി ആണല്ലോ? യെസ്. അതാണ് സിമ്പിൾ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. an എക്സാമ്പിൾ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താ മക്കളെ? പ്രിൻസിപ്പിൾ ദിസ് മെത്തേഡ് ഇസ് ദാറ്റ് ലിക്വിഡ് ഹാവിംഗ് ഡിഫറെന്റ് ബോയിലിംഗ് പോയിന്റ്സ് വാപ്പറൈസ് അറ്റ് ഡിഫറെന്റ് ടെമ്പറേച്ചർ. അതായത് ലിക്വിഡിന് ഡിഫറെന്റ് ബോയിലിംഗ് പോയിന്റ് ആൾക്കാർ എന്ത് ചെയ്യുന്നു? പിന്നെ ഈ പറഞ്ഞ വാപ്പറൈസ് ചെയ്യുന്ന ഡിഫറെന്റ് ടെമ്പറേച്ചറിലായിരിക്കും. ഇതിന്റെ റീസൺ എന്താ? ബോയിലിംഗ് പോയിന്റ് ഡിഫറെന്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഡിഫറെന്റ് ലിക്വിഡ്സിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ തലയിലേക്ക് കയറ്റി വെക്കാം. റെഡി? ഇനി എക്സാമ്പിൾ ഇസ് വെരി ഇമ്പോർട്ടന്റ്. മിക്സ്ചർ ഓഫ് ക്ലോറോഫോം ആൻഡ് അനിലിൻ സെപ്പറേറ്റ് ബൈ ഡിസ്റ്റിലേഷൻ. അതായത് ക്ലോറോഫോം അനിലിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരാൾക്ക് 300 സംതിങ് ടെമ്പറേച്ചർ ആണ്, കെൽവിൻ ആണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ്, മറ്റൊക്കെ 400 സംതിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അവർ എന്ത് ഡിഫറൻറ്റ് ഉണ്ട്? ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരാൾ ബോയിൽ ആവും, മറ്റാൾ ബോയിൽ ആവില്ല. അപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് കോൺസെപ്റ്റ്. ഇനി രണ്ടാമത്തെ കോൺസെപ്റ്റ് ആണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ. സ്റ്റീം ഡിസ്റ്റിലേഷൻ ഒന്നുമില്ല നമുക്ക്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റീം വോളറ്റൈൽ ആണ് ഉപയോഗിക്കുന്നത്. അതായത് സ്റ്റീം വോളറ്റൈൽ ആണ് ഉപയോഗിക്കുന്നത്. മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ദാറ്റ് ഈസ് ഇമ്മിസിബിൾ ഇത് വാട്ടർ. വാട്ടറുമായിട്ട് എന്താണ്? ഇമ്മിസിബിൾ ആണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് എന്താണ്? സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നത് എന്താണ്? സ്റ്റീം വോളറ്റൈൽ ആയിരിക്കും ആൻഡ് ദേ ആർ ഇമ്മിസിബിൾ, വാട്ടറുമായിട്ട് ലയിക്കാത്തവരായിരിക്കും. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിൾ എന്താണ്? അനിലിൻ ഈസ് സെപ്പറേറ്റഡ് ഫ്രം അനിലിൻ വാട്ടർ ഇസ് മിക്സ്ഡ് ബൈ ദിസ് മെത്തേഡ്. അതായത് മക്കളെ അനിലിനെ നമ്മൾ അനിൽ വാട്ടർ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോയിന്റ് എന്താണ്? ദാറ്റ് ഈസ് സ്റ്റീം ഡിസ്റ്റിലേഷൻ. എന്താണ്? സ്റ്റീം ഡിസ്റ്റിലേഷൻ ആണ് നിങ്ങൾ ഓർത്തിരിക്കുക. ക്ലോറോഫോം അതേപോലെ തന്നെ നമ്മുടെ അനിലിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? ബൈ യൂസിങ് ഡിസ്റ്റിലേഷൻ മെത്തേഡ്. അനിലിൻ ഫ്രം അനിലിൻ വാട്ടർ, സ്റ്റീം ഡിസ്റ്റിലേഷൻ, ഓരോന്നും ഡിഫറെന്റ് ആണ്. ഇനി ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. അതായത് മക്കളെ കോൺസെപ്റ്റ് പറഞ്ഞുതരാം. ഈ സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് വിചാരിക്കും. ഇവിടെ 400 കെൽവിനൊക്കെയാണ് എന്താവുന്നത്? നമ്മുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് വിചാരിക്കും. അതായത് വാപ്പറൈസ് ആവുന്നത് അല്ലെങ്കിൽ വോളറ്റൈൽ ആവുന്നത് വിചാരിക്കും. പക്ഷേ ഒരു 358 കെൽവിൻ അല്ലെങ്കിൽ 390 കെൽവിൻ, ഒരു 360 ആണ് ഏകദേശം. 360 കെൽവിനൊക്കെ ആകുമ്പോഴത്തേക്ക് അതെന്താവുന്നു? ഡീകമ്പോസ് ചെയ്ത് പോകുന്നു വിചാരിക്കും. അപ്പൊ നമ്മൾ ഒരു 360 കെൽവിനൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ അത് ഡീകമ്പോസ് ചെയ്ത് പോകും. നമുക്ക് വേണ്ട സാധനം കിട്ടുന്നില്ല, വേണ്ട ഓർഗാനിക് കോമ്പൗണ്ട് കിട്ടുന്നില്ല, ഡീകമ്പോസ് ചെയ്ത് പോവാണ്. 400 കെൽവിൻ ആകുമ്പോൾ എന്താ ഉള്ളത്? വാപ്പറൈസ് ആകുള്ളൂ, ബോയിലിംഗ് പോയിന്റ് ആവുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് വേണ്ട ഓർഗാനിക് കോമ്പൗണ്ട് കിട്ടുമോ? ഇല്ല.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് കിട്ടുകയും വേണം. അത് വാപ്പറൈസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ എടുത്തു മാറ്റണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിന് ബോയിലിംഗ് പോയിന്റ് കുറയ്ക്കുക. അതായത് 360 കെൽവിൻ ആകുമ്പോൾ ഡീകമ്പോസ് ചെയ്ത് പോകും. അപ്പോൾ ഒരു 350 മുതൽ 40 ആക്കുക അതിന്റെ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ 340 കെൽവിനൊക്കെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് വാപ്പറൈസ് ചെയ്ത് പോവുകയും നമുക്ക് അതിനെ എസ്റ്റിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. ഓക്കെ. അപ്പം ബോയിലിംഗ് പോയിന്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു മെത്തേഡ്. അപ്പൊ എങ്ങനെ ബോയിലിംഗ് പോയിന്റ് കുറയ്ക്കുക? ബോയിലിംഗ് പോയിന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഈ പറഞ്ഞിരിക്കുന്ന അറ്റ്മോസ്ഫിയർ പ്രഷറുമായിട്ട് റിലേറ്റഡ് ആണ്. അല്ലേ? അറ്റ്മോസ്ഫിയർ പ്രഷർ ഈക്വൽ ആകുമ്പോൾ ബോയിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? അറ്റ്മോസ്ഫിയർ ഈ സറൗണ്ടിങ് പ്രഷർ കുറച്ചാൽ മതി. അതാണ് റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇങ്ങനത്തെ കോമ്പൗണ്ടുകൾ, അതായത് ബോയിലിംഗ് പോയിന്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ഡീകമ്പോസ് ചെയ്ത് പോകുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകൾ നമുക്ക് ഇതേപോലെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഡിസ്റ്റിലേഷൻ റെഡ്യൂസ് പ്രഷർ ദിസ് മെത്തഡ് ഇസ് യൂസ്ഡ് ടു പ്യൂരിഫൈ ലിക്വിഡ്സ് ഹാവിംഗ് വെരി ഹൈ ബോയിൽ, ഭയങ്കര ഹൈലി ബോയിലിംഗ്, അതായത് 500-600 കെൽവിനൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു 450-500 ആവുമ്പോൾ എന്ത് ചെയ്യും? ആ ഒരു കോമ്പൗണ്ട് എന്തായി പോവാം? മേ ബി അതിന്റെ ഡീകമ്പോസ് ചെയ്ത് പോകാം. അത്തരത്തിലുള്ള കോമ്പൗണ്ടുകളാണ് നമ്മൾ ഈ മെത്തഡ് ഉപയോഗിക്കും. ദിസ് മെത്തഡ് യൂസ്ഡ് ടു പ്യൂരിഫൈ ലിക്വിഡ് ഹാവിംഗ് വെരി ഹൈ ബോയിലിംഗ് പോയിന്റ് and those which decompose at below or their boiling point. This liquid can be boiled at low temperature by reducing pressure on the surface. അതായത് ഒന്നെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യും, അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എത്തുമ്പോൾ ഡീകമ്പോസ് ചെയ്യും, അല്ലെങ്കിൽ അതിലും താഴെ ടെമ്പറേച്ചർ എത്തുമ്പോൾ ഡീകമ്പോസ് ചെയ്ത് പോകും. ഇത്തരത്തിലുള്ള കോമ്പൗണ്ടുകളാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്റ്റിലേഷൻ റെഡ്യൂസ് പ്രഷർ നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലാക്കി വെച്ചാൽ മതി. ആൻഡ് എക്സാമ്പിൾ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. കഴിഞ്ഞ നമ്മുടെ മോഡൽ എക്സാമിനൊക്കെ ചോദിച്ചതാണ് സെപ്പറേഷൻ ഓഫ് ഗ്ലിസറോൾ ഫ്രം സ്പെൻഡിലൈ ഇൻ സോപ്പ് ഇൻഡസ്ട്രി. അതായത് സെപ്പറേഷൻ ഓഫ് ഗ്ലിസറോൾ ഫ്രം സ്പെൻഡിലൈ. സ്പെൻഡിലൈൽ നിന്നും എന്ത് ചെയ്യുക? ഗ്ലിസറോളിനെ സെപ്പറേറ്റ് ചെയ്ത് മെത്തേഡ് വഴിയാണ്. ഏത് മെത്തേഡ് വഴിയാണ് മക്കളെ? ദിസ് മെത്തേഡ് ഏത് മെത്തേഡ് വഴിയാണ്? ഡിസ്റ്റിലേഷൻ റെഡ്യൂസ്ഡ് പ്രഷർ ആണ് നിങ്ങൾ അവതരിക്കുക. നെക്സ്റ്റ് പേപ്പർ ക്രൊമറ്റോഗ്രഫി ആണ് മക്കളെ. പേപ്പർ ക്രൊമറ്റോഗ്രഫി അവിടെ ഒരു പാർട്ടീഷൻ ക്രൊമറ്റോഗ്രഫി ആണ് എന്ത്? പേപ്പർ ക്രൊമറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ തിൻ ലെയർ ക്രൊമറ്റോഗ്രഫി ഉണ്ട്, പാർട്ടീഷൻ ക്രൊമറ്റോഗ്രഫി ഉണ്ട്. അതിനകത്ത് തന്നെ നമുക്കറിയാം അബ്സോർപ്ഷൻ ക്രൊമറ്റോഗ്രഫി ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്രൊമറ്റോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. അവിടെ പേപ്പർ ക്രൊമറ്റോഗ്രഫി എന്ന് പറയുന്ന ഭാഗമുണ്ട്. പേപ്പർ ക്രൊമറ്റോഗ്രഫി ഈസ് എ ടൈപ്പ് ഓഫ് പാർട്ടീഷൻ ക്രൊമറ്റോഗ്രഫി എന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the paper selectively retain different components according their different in partition in the two pieces. അതായത് മക്കളെ പാർട്ടീഷൻ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? ഈ പേപ്പർ എന്ത് ചെയ്യും? ഈ പേപ്പർ കമ്മിറ്റി പേപ്പർ ഒക്കെ ഉണ്ടാകും. അതിന് ഒരു സ്ട്രിപ്പ് ഉണ്ടാവും, പേപ്പർ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? ഇവിടെ അതിന്റെ പാർട്ടീഷൻ നടത്തും. രണ്ട് ഫേസുകൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് തിയറി പറയുന്നുണ്ട്. അപ്പൊ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കാര്യം നോക്കിയാൽ മതി. തിയററ്റിക്കൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ. ഇനി വിച്ച് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അബ്സോർപ്ഷൻ ക്രൊമറ്റോഗ്രഫി? അബ്സോർപ്ഷൻ ക്രൊമറ്റോഗ്രഫിയും പാർട്ടീഷൻ ക്രൊമറ്റോഗ്രഫിയും ഉള്ളത്. പാർട്ടീഷൻ ക്രൊമറ്റോഗ്രഫിയിലാണ് കാര്യം നമ്മൾ പറഞ്ഞ കാര്യം. അവിടെയാണ് പേപ്പർ ക്രൊമറ്റോഗ്രഫി വരുന്നത്. അബ്സോർപ്ഷൻ ക്രൊമറ്റോഗ്രഫി രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? കോളം ക്രൊമറ്റോഗ്രഫി ആണ് തിൻ ലെയർ ക്രൊമറ്റോഗ്രഫി. കോളം ക്രൊമറ്റോഗ്രഫിയും തിൻ ലെയർ ക്രൊമറ്റോഗ്രഫി. നിങ്ങൾ മനസ്സിലാക്കുന്നത് ക്രൊമറ്റോഗ്രഫി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അബ്സോർപ്ഷൻ ക്രൊമറ്റോഗ്രഫി ആൻഡ് പാർട്ടീഷൻ ക്രൊമറ്റോഗ്രഫി. അബ്സോർപ്ഷൻ വരുന്ന ആൾക്കാരാണ് ആരൊക്കെ? ഒന്ന് കോളം ക്രൊമറ്റോഗ്രഫി ആൻഡ് തിൻ ലെയർ ക്രൊമറ്റോഗ്രഫി. പാർട്ടീഷൻ വരുന്ന ആര്? പേപ്പർ ക്രൊമറ്റോഗ്രഫി. റെഡിയല്ലേ? ഇനി അടുത്താണ് കെമിസ്ട്രി of Lessine test or discuss the principal interaction nitrogen, sulfur and halogen present in the organic compound by Lessine test. Lessine test എന്ന് പറയുന്നത് നമുക്ക് ക്വാളിറ്റേറ്റീവിലേക്ക് കിടക്കാൻ പോകും. ക്വാളിറ്റേറ്റീവ്. ഓക്കെ. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റീവ് ഉണ്ട്. അപ്പം ഒരു ഭാഗം ലെസൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ലെസൈൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം ഈ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്ൻ നൈട്രജൻ അല്ലെങ്കിൽ സൾഫർ അല്ലെങ്കിൽ ഹാലജൻ ഇതൊക്കെ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? നമ്മളൊരു സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാകും. എന്തുണ്ടാകും? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. ഇനി സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് നിന്നാണ് എന്ത് ചെയ്യുക? നമ്മൾ പിന്നെ കണ്ടുപിടിക്കുന്നത് ഉണ്ടോ എന്നുള്ളത്. അപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം സിമ്പിൾ ആണ്. നൈട്രജൻ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ത് ചെയ്യാം മക്കളെ? നമ്മൾ ബോയിൽ ചെയ്യും, അയൺ സൾഫേറ്റുമായി ബോയിൽ ചെയ്യും. ദെൻ അതായത് നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കാം. ആ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കിയതിന് ശേഷം അതിനെന്ത് ചെയ്യാം? നമ്മൾ അയൺ സൾഫേറ്റുമായിട്ട് FeSO4 എന്ത് ചെയ്യാം? ഹീറ്റ് ചെയ്യാം. അതിന് ശേഷം എന്ത് ചെയ്യാം? കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് ഒരു ഫോർമേഷൻ പ്രഷ്യൻ ബ്ലൂ കളർ ഉണ്ടാവുകയാണെങ്കിൽ എന്തുണ്ടാവുന്നുണ്ട്? പ്രഷ്യൻ ബ്ലൂ കളർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രഷ്യൻ ബ്ലൂ കളർ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പ്രസൻസ് ഇൻഡിക്കേറ്റ് പ്രസന്റ് നൈട്രജൻ. സംഭവം സിമ്പിൾ ആണ്. നമ്മൾ എന്താ ചെയ്തത്? ആദ്യം സോഡിയം ഒരു ഓർഗാനിക് കോമ്പൗണ്ട്, ആ ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ ഹീറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ആക്കി മാറ്റി. അത് എങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്തു? അയൺ സൾഫേറ്റ് ആഡ് ചെയ്തു. ഫെറിക് സൾഫേറ്റ് അയൺ സൾഫേറ്റ് ആഡ് ചെയ്തു. ഇതെന്ത് ചെയ്തു? നമ്മൾ അതിന് ശേഷം കോൺസ്റ്റന്റ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് പ്രഷ്യൻ ബ്ലൂ കളർ, നീല കളർ ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഡിറ്റക്ഷൻ ഓഫ് എന്താണ്? നൈട്രജൻ ആണെന്ന് പറയാൻ പറ്റും. ഇനി പ്രഷ്യൻ ബ്ലൂ കളർ ഉണ്ടാവുന്ന റീസൺ എന്താ വെച്ചാൽ മക്കളെ എന്താണത്? ദാറ്റ് ഈസ് ഡ്യൂ ടു ഫെറിഫെറോസൈനൈഡ് ആണ്. എന്താണത്? ഫെറിഫെറോസൈനൈഡ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. പ്രഷ്യൻ ബ്ലൂ കളർ ഉണ്ടാവുന്ന റീസൺ എന്താ വെച്ചാൽ ഫെറിഫെറോസൈനൈഡിന്റെ ഫോർമേഷൻ മൂലമാണ്. ഓക്കെ അല്ലേ? ഇനി സൾഫർ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും യൂസിംഗ് ലെസൈൻ ടെസ്റ്റ്? സൾഫർ ആണ് മക്കൾ നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ത് ചെയ്യാം? സോഡിയം നൈട്രോപൊസൈഡുമായി ട്രീറ്റ് ചെയ്യാം. ഓക്കെ, സോഡിയം നൈട്രോപൊസൈഡുമായി ട്രീറ്റ് ചെയ്യാം. ഒരു വയലറ്റ് കളർ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊസസ് സൾഫർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? പ്രഷ്യൻ ബ്ലൂ ആണെങ്കിൽ ഇപ്പൊ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഇങ്ങനെ ഇത് ഷോർട്ട് ആക്കി ചെയ്യുന്നു. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തു? അയൺ സൾഫേറ്റ് ആഡ് ചെയ്തു, പ്ലസ് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി മക്കളെ? നമുക്ക് ഒരു പ്രഷ്യൻ ബ്ലൂ കളർ കിട്ടി. പ്രഷ്യൻ ബ്ലൂ കളർ കിട്ടിയെങ്കിൽ നമ്മൾ ഉറപ്പിക്കുന്ന നൈട്രജൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇനി ഇതേപോലെ തന്നെ ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിൽ ആഡ് ചെയ്തു മക്കളെ? നമ്മൾ ആഡ് ചെയ്തു സോഡിയം
നൈട്രോപ്രൊസൈൻ ആഡ് ചെയ്ത് സോഡിയം നൈട്രോപ്രൊസൈൻ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവുന്നത് ഒരു വയലറ്റ് കളർ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന പ്രസൻസ് ഓഫ് സൾഫർ ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് ഹാലജൻ കണ്ടുപിടിക്കാൻ പറ്റും. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു, നൈട്രിക് ആസിഡ് ആഡ് ചെയ്തു, അസ്റ്റിഫൈഡ് നൈട്രിക് ആസിഡ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സിൽവർ നൈട്രേറ്റും ആഡ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ അപ്പം സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിൽ ആരായിരുന്നു, നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നു, പ്ലസ് പിന്നെ കുറച്ച് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്തുണ്ടാവണം നോക്കണം. നമ്മൾ നോക്കുകയാണ്, നമുക്ക് എന്തുണ്ടാവുകയാണ് മക്കളെ, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, എന്തുണ്ടാവുകയാണ്, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ദാറ്റ് ഈസ് ഡ്യൂ ടു AgCl ആണ്. എന്താണത്, AgCl, സിൽവർ ക്ലോറൈഡ് ആണ് ഉണ്ടായത്. എന്താണ്, സിൽവർ ക്ലോറൈഡ്. അപ്പൊ നമുക്ക് ക്ലോറിൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സോലബിൾ ഇൻ, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായി, ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് സോലബിൾ എന്താണ്, സോലബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോലബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യത്രേ ഉള്ളൂ. നിങ്ങൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുത്തു, ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ആഡ് ചെയ്തു, നൈട്രിക് ആസിഡ് ആഡ് ചെയ്തു, അതുപോലെ കുറച്ച് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്തു. ഇങ്ങനെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായെന്ന് വിചാരിക്കും. മൂന്ന് തരത്തിലുണ്ടാവും. ഒന്നെങ്കിൽ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും, രണ്ടാമതൊരു വൈറ്റ് ടു ഒരു യെല്ലോ, ഒരു മൈൽഡ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും, മൂന്നാമതൊരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും. ഇതാണ് മൂന്ന് കണ്ടീഷൻസ്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായെങ്കിൽ അതെന്താണ്, സോഡിയം അമോണിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് സോലിബിൾ ആണെങ്കിൽ, എന്ന് വെച്ചാൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് നഷ്ടം പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് പ്രസൻസ് ഓഫ് ക്ലോറിൻ ആണ്. ക്ലോറിൻ ആണ്. ഇനി നിങ്ങൾക്ക് കിട്ടുന്നത് ആക്ച്വലി മക്കൾ എന്താണ് അറിയോ, നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്, ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ്, അല്ലെങ്കിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ, ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു വൈറ്റ് ടു യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, ഒരു പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ എന്താണ്, ഇറ്റ് ഇൻസോലിബിൾ അല്ലെങ്കിൽ പാർഷ്യലി സോലിബിൾ അമോണിയം ഹൈഡ്രോക്സൈഡ്. അത് അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കുമ്പോൾ അതിന്റെ കളർ മങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പ്രോസസ് ഓഫ് ബ്രോമിൻ ആണ്. ഇനി നിങ്ങൾക്ക് കിട്ടുന്നത് കറക്റ്റ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ്, അതായത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ്, ഇൻസോലിബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ്, എന്ന് വെച്ചാൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിച്ചു കഴിഞ്ഞാലും ആ യെല്ലോ കളർ പോകുന്നില്ല എന്ന് ഉറപ്പിക്കാവുന്നതാണ്. പ്രസൻസ് ഓഫ് അയോഡിൻ ആണ്. എന്താണ്, പ്രസൻസ് ഓഫ് അയോഡിൻ ആണ്. മൂന്ന് കണ്ടീഷൻ, ഒന്ന് ക്ലോറിൻ കിട്ടും, അയോഡിൻ കിട്ടും, ബ്രോമിൻ കിട്ടും, അയോഡിൻ കിട്ടും. ക്ലോറിൻ ആണെങ്കിൽ അത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും, ദാറ്റ് ഈസ് സോലബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ്. രണ്ടാമത്തെ കേസ് എന്താ, ഒരു പെയിൽ ടു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും, അതെന്താണ്, പാർഷ്യലി സോലബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ്. മൂന്നാമത്തെ കേസ് എന്താണ് മക്കളെ, മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും, ദാറ്റ് ഈസ് ഇൻസോലബിൾ എന്താണ്, അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന കാര്യം പ്രവർത്തിക്കുക. അതെന്താണ്, അയോഡിന്റെ കണ്ടീഷൻ ആണ് പറയുന്നത്. റെഡി അല്ലേ? യെസ്. എങ്ങനെയാണ് ലെസൈൻ ടെസ്റ്റ് വഴി നമ്മൾ എന്ത് ചെയ്യുക, ഈ മൂന്നാൾക്കാരും കണ്ടുപിടിക്കുന്നത്. ഇനി മക്കളെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കാവുന്ന കാര്യം ജസ്റ്റ് നോക്കിയിരിക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. In lesson does the element present in the organic compound are converted into covalent form into ionic form by fusing the compound with the sodium metal. അതായത് ഓർഗാനിക് കോമ്പൗണ്ട് ഒരുപാട് എലമെന്റുകൾ ഉണ്ടാകും. അപ്പൊ ഇവന്മാരൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഇവന്മാർക്ക് ഏത് ഫോമിലാണ് ഉണ്ടാവുക, കൊവാലന്റ് ഫോമിൽ. ഈ കൊവാലന്റ് ഫോമുള്ള ആൾക്കാർ നമ്മൾ അയോണിക് ഫോമിൽ കൺവേർട്ട് ചെയ്യും. എന്ത് ചെയ്യുന്നത്, അപ്പൊ നമ്മൾ സോഡിയം മെറ്റലുമായിട്ട് ഇവന്മാരെ ഹീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ സയനൈഡ്, സൾഫൈഡ്, ഹാലൈഡ്, സോഡിയം സോഡിയം ഫോം സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. ഓക്കെ, അതായത് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യും, ഇപ്പം ഈ ഓർഗാനിക് കോമ്പൗണ്ട് അകത്ത് ആരൊക്കെ ഹാലൈഡ് ഉണ്ടാകും, സൾഫർ ഉണ്ടാകും, കുറേ സാധനങ്ങൾ ഉണ്ടാകും. ഇവന്മാരൊക്കെ നമ്മൾ ഫ്യൂസ് ചെയ്ത അവസാനം എന്തുണ്ടാക്കും, ഒരു സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കി മാറ്റണം. ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്കാണ് നമ്മൾ ഓരോരുത്തരെയും ആഡ് ചെയ്തിട്ട് ഈ സാധനം ഉണ്ടോ ഇല്ലയോ ഡിറ്റക്ട് ചെയ്യാൻ പോകുന്നത്. അതിന് ഓരോ കേസ് നമ്മൾ പറഞ്ഞാണ്, പ്രഷ്യൻ ബ്ലൂ കളർ ഉണ്ടാവുകയാണെങ്കിൽ പ്രസൻസ് ഓഫ് എന്താണ്, നൈട്രജൻ ആണ്. ആൻഡ് വയലറ്റ് കളർ ഉണ്ടാവുകയാണെങ്കിൽ പ്രസൻസ് ഓഫ് എന്താണ്, സൾഫർ ആണ്. അതേപോലെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കാര്യമൊക്കെ പറഞ്ഞു, അത് ക്ലോറിൻ, ബ്രോമിൻ, അയോഡിന്റെ കാര്യമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. എനിവേ, write any two method for the estimation nitrogen in the organic compound. Nitrogen organic compound നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് രണ്ട് മെത്തേഡ് വഴിയാണ്. ഒന്ന് ഡ്യൂമാസ് മെത്തേഡും ജൽദാസ് മെത്തേഡും. ഡ്യൂമാസ് മെത്തേഡിലാണ് നൈട്രജൻ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഡൈനൈട്രജൻ, അതായത് നൈട്രജൻ ഗ്യാസ് ആയിട്ടാണ്. ജൽദാസ് മെത്തേഡിലാണ് നൈട്രജൻ എവിടെ നിന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ പറയണം അമോണിയ എന്നാണ്. എന്താണ്, അമോണിയ എന്നാണ്. കാര്യങ്ങൾ ഓർത്തിരിക്കാം അല്ലേ? ഓക്കെ, ഇവിടെ ചോദിക്കുന്നത് ഇൻ വിച്ച് ഫോം നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, ഡ്യൂമാസ് മെത്തേഡ് ഡൈനൈട്രജൻ ആയിട്ടാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കാം. ഇനി മക്കളെ ഒരു കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. ഇപ്പൊ കാർബൺ ആണെങ്കിൽ എങ്ങനെയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഫോമിൽ ഉണ്ടാവും. ഹൈഡ്രജൻ ആണെങ്കിൽ വാട്ടർ ആയിട്ടാണ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒരു കോമൺ സെൻസ് വെച്ച് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇനി നിങ്ങൾ ക്വാളിറ്റേറ്റീവ് അല്ല ക്വാണ്ടിറ്റേറ്റീവ്, അതായത് പ്രോബ്ലം ആയിട്ടുള്ള ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ അതുമായി ബന്ധപ്പെട്ട ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ന്യൂമറിക്കൽ സ്കിൽസ് കിട്ടുക എന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മക്കളെ, ഞാൻ പറഞ്ഞത് ഇത് നോക്കണേ, നോക്കിയാൽ മതി, എല്ലാവരും നോക്കി. അതായത് നമുക്കറിയാം കാർബൺ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഹൈഡ്രജൻ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, വാട്ടർ ആയിട്ടാണ് അല്ലേ? നമ്മൾ പെർസെന്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ പെർസെന്റേജ് ഓഫ് കാർബൺ അല്ലെങ്കിൽ പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാം, വളരെ സിമ്പിൾ ആയി കണ്ടുപിടിക്കാൻ പറ്റും മക്കളെ. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അതായത് പെർസെന്റേജ് ഓഫ് കാർബൺ ഹൈഡ്രജൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും വെച്ചാൽ, പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ എല്ലാത്തിനും കോമൺ മെത്തേഡ്. അതായത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ചെയ്യുമ്പോൾ എല്ലാത്തിനും കോമൺ മെത്തേഡ്. അതായത് നമ്മൾ ന്യൂമറിക്കൽസ് കണ്ടുപിടിക്കാൻ ഒരേ ടൈപ്പ് ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചുതരാം. ഓക്കെ, പെർസെന്റ് ഓഫ് ഹൈഡ്രജൻ കിട്ടുക എന്ന് വെച്ചാൽ നമുക്കറിയാം ഹൈഡ്രജൻ ഈസ് എസ്റ്റിമേറ്റഡ് ഫ്രം വാട്ടർ ആണ്.
അല്ലെ? അപ്പൊ വാട്ടറിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഗ്രാം അല്ലേ? സോ ആ 2 ഗ്രാം എഴുതാം. 2 ഡിവൈഡഡ് ബൈ ഒരു മോൾ ഓഫ് വാട്ടറിന്റെ വെയിറ്റ് എത്രയാ? വാട്ടറിനാണല്ലോ ഹൈഡ്രജൻ കിട്ടുന്നത്. സോ അത് 18 ഇൻടു മാസ് ഓഫ് വാട്ടർ. അതായത് ആ ഓർഗാനിക് കോമ്പൗണ്ടിന് എത്ര മാസ് വാട്ടർ ഉണ്ടായിട്ടുണ്ട്? മാസ് ഓഫ് വാട്ടർ എഴുതാം. അത് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. മാസ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് വാട്ടർ അങ്ങനെ എഴുതാം. മാസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് വെയിറ്റ് എന്ന് എഴുതിക്കോ. അതേ കുറച്ച് നല്ലത്. സോ വെയിറ്റ് ഓഫ് ദി വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട് ഇൻടു 100. ഇതാണ് കോൺസെപ്റ്റ്. സിമ്പിൾ ആണ് മക്കളെ. അതായത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാർബൺ എന്നാണ് അല്ലെങ്കിൽ കാർബൺ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന്. വാട്ടറിന് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഹൈഡ്രജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഫ്രം വാട്ടർ എന്നാണ്. സോ എവിടുന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇപ്പോൾ വാട്ടറിൽ 2 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്. സോ 2 ഡിവൈഡ് ബൈ വാട്ടറിൽ വെയിറ്റ് 18 ഇൻടു വെയിറ്റ് ഓഫ് ദി വാട്ടർ ഓർഗാനിക് കോമ്പൗണ്ട് എത്ര വാട്ടർ ഉണ്ട് ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട് ഇൻടു 100. സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ നോക്കണം എന്താ അങ്ങനെ നിങ്ങൾ പറഞ്ഞേ what percentage ഓഫ് കാർബൺ എവിടെ നിന്ന് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? കാർബണിന്റെ വെയിറ്റ് എത്രയാ? 12 അല്ലേ? സോ കാർബൺ ഡൈ ഓക്സൈഡ് വെയിറ്റ് 44 അല്ലേ? അപ്പോൾ 20 ഡിവൈഡ് ബൈ 44 ഇൻടു വെയിറ്റ് ഓഫ് ദി കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട് ഇൻടു 100 എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. റെഡി അല്ലേ? റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? യെസ്. സെറ്റ് അല്ലേ മക്കളെ? യെസ്. റെഡി. ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്ക്. ഇതാ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓൺ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 0.246 ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ട് ഗിവ് 0.198 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് 0.104 ഗ്രാം വാട്ടർ. പെർസെന്റ് കമ്പോഷൻ ഓഫ് കാർബൺ ഹൈഡ്രജൻ കോമ്പൗണ്ട്. സിമ്പിൾ ചോദ്യമാണ്. വളരെ സിമ്പിൾ ചോദ്യം. അപ്പൊ നിങ്ങൾ കണ്ണുമൂടി എഴുതാൻ പറ്റും. പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു 12 divided by 18 into weight of the organic compound, weight of the water divided by weight of the organic compound into 100. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. ഈസ് പെർസെന്റ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു പറ 2 divided by 18 into weight of the organic compound എത്രയാ? weight of the organic compound എന്ന് പറയുന്നത് 0.246 ആണ്. എത്രയാണ് നോക്കിക്കേ? ഓർഗാനിക് കോമ്പൗണ്ട് ഗേവ് 0.198. ഒരു മിനിറ്റ് നോക്കണേ. ഒരു മിനിറ്റ്. weight of the organic compound സോറി weight of the hydrogen 2 divided by 18 into weight of water divided by weight of organic compound. So weight of water എത്രയാ? weight of water എന്ന് പറയുമ്പോൾ മക്കൾ നോക്കണേ. 0.1014. So 0.1014 divided by weight of organic compound എത്രയാ? എത്രയാ മക്കളെ? weight of organic compound എന്ന് പറയുമ്പോൾ 0.246 ആണ് weight of organic 0.246 into 100 ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എത്ര കിട്ടും മക്കളെ? ഓൾമോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ആൻസർ കിട്ടാൻ പോകുന്ന ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര കൊടുത്തത്? ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് അബൌട്ട് 4.6%. എത്രയാണ്? 4.6% ആണ്. ഇനി ഇതേപോലെ തന്നെ കാർബൺ ആണെങ്കിലോ പെർസെന്റ് ഓഫ് കാർബൺ ഈസ് ഈക്വൽ ടു പറ എത്രയാണ്? ദാറ്റ് ഈസ് 12 divided by 44 into weight of the carbon dioxide divided by weight of the organic compound into 100. weight of the carbon dioxide എത്രയാ മക്കളെ? weight of the carbon dioxide 0.198 divided by weight of the organic compound 0.246 into 100 is almost എത്രയാണ്? 21.95% എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കാരിയസ് മെത്തേഡ് എസ്റ്റിമേഷൻ ഉണ്ട്. അതായത് നമുക്ക് ഹാലജനും സൾഫർ കാരിയസ് ട്യൂബ് വഴിയും കാരിയസ് മെത്തേഡ് കണ്ടുപിടിക്കാൻ പറ്റും. കാരിയസ് ട്യൂബ് എസ്റ്റിമേഷൻ എന്നാണ് പറയാറുള്ളത്. കാരിയസ് മെത്തേഡ് എസ്റ്റിമേഷൻ ഇവിടെ സിമ്പിൾ ആണ് മക്കളെ. സിമ്പിൾ. അതായത് മക്കളെ നമുക്ക് ഈ ഹാലജൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയുണ്ട്? ഹാലജൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, അയഡിൻ ഉണ്ട് അല്ലേ? ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, അയഡിൻ. ഇവന്മാരുടെ അത് കണ്ടുപിടിക്കണം. പേഴ്സൺ ഹാലജൻ എന്ന് പറയുമ്പോൾ 3 ഞാൻ പഠിപ്പിച്ചുതരാം. കാരിയസ് മെത്തേഡ് വഴിയാണ് കണ്ടുപിടിക്കുന്നത്. പെർസെന്റേജ് ഓഫ് ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് ദി ക്ലോറിൻ. അതായത് എവിടെയാണ്? AgCl ആണ് കിട്ടുന്നത്. AgCl ഉള്ള ക്ലോറിന്റെ വെയിറ്റ് എത്രയാ? ഒരു ക്ലോറിനല്ലേ ഇപ്പോൾ 35.5 ആണ്. ഡിവൈഡ് ബൈ AgCl വെയിറ്റ് എത്രയാ? AgCl വെയിറ്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് സിൽവറിന്റെ വെയിറ്റ് 108. അപ്പോൾ 108 പ്ലസ് 35.5 എന്ന് പറയുമ്പോൾ 143.5 ഇൻടു വെയിറ്റ് ഓഫ് ദി എന്താണ്? വെയിറ്റ് ഓഫ് സിൽവർ ക്ലോറൈഡ് ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻടു 100 എന്നുള്ള ഫോമിലാണ് നമ്മൾ പെർസെന്റേജ് ഓഫ് ക്ലോറിൻ കണ്ടുപിടിക്കുന്നത്. ഈ പെർസെന്റേജ് ഓഫ് ബ്രോമിൻ ആണെങ്കിലോ മക്കളെ ബ്രോമിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 80 ആണ്. സോ 80 ഡിവൈഡ് ബൈ 108 ആഡ് ചെയ്താൽ 188 കിട്ടും ഇൻടു വെയിറ്റ് ഓഫ് AgBr ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻടു 100. ഇനി വെയിറ്റ് ഓഫ് അയഡിൻ എന്ന് പറഞ്ഞാൽ എന്താ? അയഡിന്റെ വെയിറ്റ് 127 ആണ്. സോ 127 ഡിവൈഡ് ബൈ 235 അതായത് നിങ്ങൾ ആഡ് ചെയ്താൽ മതി 108 ഇൻടു വെയിറ്റ് ഓഫ് AgI ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻടു 100. ഇതാണ് എന്ത്? കേരിയസ് ട്യൂബ് വഴി അല്ലെങ്കിൽ കേരിയസ് മെത്തേഡ് വഴി നമ്മൾ ഹാലജൻ എസ്റ്റിമേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. റെഡി അല്ലേ? നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇത് പഠിച്ചേ പറ്റുള്ളൂ. നമ്മൾ പഠിക്കാം. അതേപോലെ തന്നെ കാർബണിന്റെയും ഹൈഡ്രജന്റെയും പഠിക്കാം. യെസ്. ഇനി നമുക്ക് ചോദ്യം നോക്കാം. In Caris method estimation, halogen 0.15 gram organic compound gave 0.12 gram AgBr. Find the percentage of bromine in the compound. So നിങ്ങൾ എഴുതിക്കോ percentage of bromine is equal to മക്കളെ എത്ര ബ്രോമിന്റെ വെയിറ്റ്? ബ്രോമിന്റെ വെയിറ്റ് AgBr എത്രയാണത്? 80 അല്ലേടാ. 80 divided by 188 into the weight of the AgBr divided by weight of the organic compound. weight of AgBr എത്ര മക്കളെ? weight of AgBr എന്ന് പറയുന്നത് എത്രയാണ്? 0.15 അല്ലേടാ. weight of AgBr എത്രയാണ്? 0.12 ആണ്. 0.12 divided by weight of organic compound 0.15 into 100 എന്നാണ്. സോ സിമ്പിളി കട്ട് ചെയ്യാൻ പറ്റും മക്കളെ. കട്ട് ചെയ്തോ.
0.12 0.15 എത്രയാണ്? ദാറ്റ് ഈസ് 4/5 എന്ന് പറയാൻ പറ്റും. ഇനി 80 180 കട്ട് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇത് 10ഉം ഇത് എത്ര ഉണ്ടാകും? ഒരു 24 അല്ലേ? 8 16 ഓക്കെ ഓൾമോസ്റ്റ് എത്ര ഉണ്ടാകും? ഏകദേശം ഒരു 23 24 അടുത്ത് ഉണ്ടാകും. ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ 2 2 4 8 8 80 24 ഓൾമോസ്റ്റ് എത്ര ഉണ്ടാവും? 34% ഉണ്ടാവും. 34%. റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേ? യെസ് 34% ഉണ്ടാകും. അപ്പം ഇതുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻ നമ്മൾ പറഞ്ഞു. അതിന്റെ തിയററ്റിക്കൽ പോയിന്റ്സ് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ചാപ്റ്റർ നിങ്ങൾ അടിച്ചുപൊളിയായി പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഓർഗാനിക് കെമിസ്ട്രിയുടെ 8 മുതൽ 10 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗമാണ്. സോ പ്യൂരിഫിക്കേഷൻ പഠിക്കണം. അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായി പഠിക്കണം. അതേപോലെ നമ്മൾ നെയിമിങ്ങിന്റെ ഭാഗവും അതേപോലെ കുറച്ച് റിയാക്ഷൻ മെക്കാനിസം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം. അപ്പം ഓൾ ദ ബെസ്റ്റ്.